അപ്പോൾ അതുപോലെ അന്നേരമൊക്കെ ഒരുപാട് ഓർക്കപ്പെടുന്ന നല്ല വേഷങ്ങളൊക്കെ കിട്ടി. പിന്നീട് എപ്പോഴും റിയാസക്ക നമ്മളിൽ തന്നെ ഉണ്ട്, എന്നാലും നമ്മൾ കുറച്ച് നാൾ എവിടെയോ കണ്ടില്ല. അപ്പം അന്നേരം ഇക്ക എവിടെയായിരുന്നു ശരിക്കും? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഭാഷയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മലയാളത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഓൾമോസ്റ്റ് 75 ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു. 75-80 ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു. AR മുരുകദാസിൻ്റെ രമണ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ബാലേട്ടൻ്റെ ടീം ചെന്നൈ വരുന്നത്. അവർക്ക് റെക്കോർഡിംഗ് വരെയിരുന്നു. റെക്കോർഡിംഗ് വന്ന് അവർക്ക് ഈ ക്യാരക്ടർ കിട്ടിയിട്ടില്ല. ഈ ക്യാരക്ടർ കിട്ടാതെ നോർത്ത് ഇന്ത്യയിൽ പോയി അത് ആർട്ടിസ്റ്റിനൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ അവിടെ പ്രസാദ് ലാബിൽ ഒരു തമിഴ് പടത്തിൽ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡയറക്ടർ തുളസിദാസ് ആണ് ഈ ടീമിനോട് പറയുന്നത്, നിങ്ങൾ നോക്കുന്ന പോലത്തെ ഒരാൾ ഇന്ന സിനിമയിലുണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കാൻ പറ്റും. അങ്ങനെ അന്ന് ഉച്ച കഴിഞ്ഞ് ഇവർ പോയി സിനിമ കാണലും. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ലിങ്കാണ്. എൻ്റെ വീട്ടിൻ്റെ 4 വീട് കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസറുടെ ഓഫീസ് വീട്. ഇതിൻ്റെ മുകളിലാണ് സരണയമാരുള്ളത്. സോ എല്ലാം ഒറ്റ ഇങ്ങനെ സ്ട്രെച്ചിലാണ്. ഇങ്ങനെ തിരിഞ്ഞു പോയാൽ വിജയൻ്റെ വീടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ സ്ട്രെച്ച് കിടക്കുകയാണ്. ഇപ്പം ആരോടില്ല. സോ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു വെള്ള താടിയൊക്കെ ആയിട്ട് ഒരാൾ വീടിന് മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ GK ചേട്ടൻ എന്ന് പറയുന്നത്. അത് കാണാൻ പുള്ളി ഇരിപ്പുണ്ട്. പുള്ളിയാണ് വിളിച്ചു പറയണം, മോനെ 4ാമത്തെ വീട്ടിലേക്ക് വരാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവരൊരു പണം തുടങ്ങുന്നുണ്ട്. അങ്ങനെ സോ ദിസ് ഈസ് ഓൾ. സോ ഞാനിവിടെ പോയിട്ടില്ല. അപ്പൊ തമിഴിലായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്. വീണ്ടും എല്ലാ ഭാഷ ചെയ്യണവരുണ്ട് എല്ലായിടത്തും അങ്ങനെ. അതുകൊണ്ടായിരിക്കും